എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ മോൺസ്റ്റർ അതാണെങ്കിൽ ഇപ്പൊ ജീഫിനെ ഭയപ്പെടുത്താനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രദേശം മുഴുവനും അവന്റെ പവർ ഉപയോഗിച്ച് ഇടിച്ച് നശിപ്പിച്ച് അങ്ങനെ വാഷ് ഔട്ട് ചെയ്യാണ്. ജനങ്ങളെല്ലാവരും പേടിച്ച് പാനിക്കായി ഓരോ ഭാഗത്തേക്ക് ഓടും. അതിനുശേഷം ബീസ്റ്റ് ആണെങ്കിൽ ഇപ്പൊ ചീഫുമായി ആളുടെ മാൻഷനിലേക്ക് കടന്നു വരും. മോൺസ്റ്റർ ആണെങ്കിൽ ചീഫിനോട് പറയും, ഞാൻ പറഞ്ഞ കാര്യം നീ കറക്റ്റ് ആയിട്ട് പാലിക്കുകയാണെങ്കിൽ മാത്രമേ നിന്റെ ജനങ്ങളെ ഞാൻ വെറുതെ വിടൂ. ചീഫ് ആണെങ്കിൽ തീർത്തു പറയും, അയ്യോ ഇല്ല ഇല്ല, ഒരു കാരണവശാലും എന്റെ ജനങ്ങളെ ഞാൻ നിനക്ക് വിട്ടു തരില്ല. ഇപ്പൊ തന്നെ അവരാകെ ഭയന്നിരിക്കുകയാണ്. നീ അവരെ മുഴുവൻ ഇല്ലാതാക്കും, അതിന് ഞാൻ അനുവദിക്കില്ല എന്ന് ചീഫ് ആണെങ്കിൽ അട്ടിച്ചു പറയാണ്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ഗോകുവും ഉണ്ടപ്പനും അവർ രണ്ടുപേരും ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഇപ്പോ ആ പിരമിഡിന്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഉണ്ടപ്പനാണെങ്കിൽ ഫുഡ് കിട്ടാതെ ആകെ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും ആ ഒരു സീഡ് അതിപ്പോ ആ ക്യാറ്റ് ഗോകുവിന് കൊടുക്കുക. ആ സീഡ്സ് കാണേണ്ട താമസം ഉണ്ടപ്പനാണെങ്കിൽ അത് മുഴുവനായിട്ട് വാരിത്തിന്ന് അവന്റെ ബോഡി ജയന്റായി അങ്ങനെ അടിച്ചു വീഴും. മറ്റു കൊടുത്ത ഒരൊറ്റ സീഡ് അത് കഴിച്ച് ഗോകു ആണെങ്കിൽ ഇപ്പൊ അവന്റെ പവറും നഷ്ടപ്പെട്ടു പോയ സ്ട്രെങ്ത് എല്ലാം തന്നെ വീണ്ടെടുത്ത് നോർമലായി മാറുകയാണ്. ഗോകു നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നതിന് മുൻപ് തന്നെ ക്യാറ്റ് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഗോകുവിനോട് പറയും. മാത്രമല്ല മാസ്റ്റർ റോഷി ആള് കൊല്ലപ്പെട്ട കാര്യവും ഇപ്പൊ ഗോകു അറിയാണ്. ഗോകു ആണെങ്കിൽ ടെൻഷനായി അവനെ തകർക്കാനായിട്ട് താഴേക്ക് പോകാൻ ഒരുങ്ങും. അതിന് ക്യാറ്റ് അവനെ തടയും. നീ ഇപ്പോ ഇത് ചാടി ഒരു മണ്ടത്തരം കാണിക്കാൻ പാടില്ല. നീ മുൻപ് കുടിച്ചതല്ലാതെ മറ്റൊരു ഹോളി വാട്ടർ ഇവിടെ ഉണ്ട്, അത് റെയർ സ്റ്റഫാണ്, അത് ഞാൻ നിനക്ക് തരാം. അത് കേട്ട് ഗോകു അവിടെ നിൽക്കും. അവിടെ നിന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ അസിസ്റ്റന്റ് മോൺസ്റ്റർ അതാണെങ്കിൽ മാൻഷനിലെ ഷെഫുകൾ അവരുണ്ടാക്കിയ ഓരോരോ വെറൈറ്റി ഫുഡുകൾ അതങ്ങനെ ട്രൈ ചെയ്യാണ്. അവൻ അല്പനേരം അതൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പൊ ആ ഫുഡ് മുഴുവൻ തട്ടിമറിക്കും. ഓ നോ, ഈ ഫുഡ് വെറും വേസ്റ്റ് ആണ്, ഇത് കഴിക്കാനായിട്ട് കൊള്ളില്ല. ഞാൻ പറയുന്ന ടൈപ്പ് മെനു ഫുഡ് അത് നിങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ചില സ്പെഷ്യൽ ഫുഡുകൾ ഉണ്ടാക്കാനായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ആ മോൺസ്റ്റർ ആളാണെങ്കിൽ വമ്പം കാൽക്കുലേഷനൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കും. ഇവിടെ ഗോകു അവനാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ഇപ്പോ ആ മാസ്റ്റർ ക്യാറ്റിനോട് ചോദിക്കും, നിങ്ങൾ പറയുന്നത് സത്യമാണോ? അത്തരത്തിൽ ഒരു ഡിവൈൻ വാട്ടർ ഉണ്ടോ? അതിനാ ക്യാറ്റ് പറയും, ഉണ്ട്. നീ മുൻപ് കഴിച്ചതുപോലെയുള്ള ഒരു ഡിവൈൻ വാട്ടർ അല്ല, അത് നീ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ചില മാജിക്കൽ പവർ കിട്ടും. അതുപയോഗിച്ച് നിനക്ക് ഒരുപക്ഷെ ആ മോൺസ്റ്ററിനെ ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ അത് അത്ര എളുപ്പമല്ല, ഒരു വലിയ ലൂപ്പുണ്ട്. അതിലൂടെ പോയി വേണം നീ അത് കണ്ടെത്താനും കുടിക്കാനും. ഇതിനു മുൻപ് ഒരാൾ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒരുപാട് വർഷങ്ങൾ ആ ഒരു സ്ഥലത്തെ ലൂപ്പിൽപ്പെട്ട് ആൾക്കത് കണ്ടെത്താൻ കഴിയാതെ അവിടെ മരണപ്പെട്ടു പോയി. സോ നീ ഇത് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ശരിക്കും ആലോചിക്കണം. ഗോകു ആണെങ്കിൽ രണ്ടാമൊന്നും ആലോചിക്കില്ല. ഞാനിതിന് തയ്യാറാണ്, തീർച്ചയായിട്ടും ആ ഹോളി വാട്ടർ അതെനിക്ക് കിട്ടിയേ പറ്റൂ. എൻ്റെ ലക്ഷ്യം ആ മോൺസ്റ്ററിനെ കൊല്ലുക, എൻ്റെ മാസ്റ്ററിനെ, മൊട്ടയെ, അങ്ങനെ നഷ്ടപ്പെട്ടവരെ എല്ലാവരെയും തിരികെ പിടിക്കുക എന്നതാണ്. ഇവിടെ ഉണ്ടപ്പനാണെങ്കിൽ കാര്യങ്ങളെല്ലാം കേട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഗോകു ആണെങ്കിൽ അവനോട് എന്നോടൊപ്പം ഈ മിഷനിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് ചോദിക്കും. അതിന് അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, സ്റ്റോപ്പ് ദ ഫക്ക്. ഫുഡ് തരാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചാണ് നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകും. ക്യാറ്റാണെങ്കിൽ തടയാൻ ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും തന്നെ കേൾക്കാതെ ഇപ്പൊ താഴത്തെ ആ ഒരു ഫ്ലോറിലേക്ക് വരും. അവനാണെങ്കിൽ ചുറ്റും നോക്കും. ദൂരത്തായിട്ട് ഒരു വലിയ ഭരണി അത് കണ്ട് അതിലെന്തോ കാര്യമായിട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് അവൻ ആ ഭരണിയുടെ അടുത്തേക്ക് പോകും. അവൻ ആ പാത്രത്തിന്റെ അടപ്പ് നീക്കി താഴേക്ക് നോക്കും. അടിയിൽ എന്തോ കോൾഡ് ആയിട്ട് അവൻ കാണുകയാണ്. ഒരുപക്ഷെ അത് ഐസ്ക്രീം ആയിരിക്കും ചിന്തിച്ച് അതിലേക്ക് തലയിട്ട് ഇപ്പൊ മുഴുവനായിട്ടും ആ ബാരലിലേക്ക് വീഴുകയാണ്. ഇവിടെ ക്യാറ്റ് ആണെങ്കിൽ ഇപ്പൊ ഗോകുവായിട്ട് താഴേക്ക് വരും. അതിനുശേഷം ഉണ്ടപ്പം തലയും കുത്തി വീണ അതേ ബാരൽ കാണിച്ചു കൊടുത്ത് ഇപ്പൊ ഗോകുവിനോട് പറയും, ഇതാണ് ആ ലൂപ്പിലേക്ക് പോകേണ്ട പാസേജ്, നീ ഇതിലൂടെ വേണം അവിടേക്ക് പോവാൻ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഒരു കാരണവശാലും നീ ഡാർക്ക്നെസ്സിൽ പെട്ടുപോകാൻ പാടില്ല. അതിന് ഗോകു ആണെങ്കിൽ ഓക്കെ പറഞ്ഞ് താഴേക്ക് ചാടും. അവനാണെങ്കിൽ ഒരുപാട് ദൂരം അങ്ങനെ പോയി അടിച്ചു വീഴുകയാണ്. മുൻപോട്ടേക്ക് നോക്കും. അവന് പോവേണ്ട ലൂപ്പ് അതവിടെ ഓപ്പണായി കിടക്കുകയാണ്. ക്യാറ്റ് ആണെങ്കിൽ മുകളിൽ നിന്ന് ഇപ്പൊ ഗോകുവിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ആ ഒരു ഹോളി വാട്ടർ ഇത് കിട്ടിക്കഴിഞ്ഞ് നീ ഇവിടേക്ക് തിരികെ വന്ന് എനിക്ക് സിഗ്നൽ തരണം, അടുത്ത നിമിഷം നിന്നെ ഞാൻ പുറത്തെടുക്കാന്ന് പറയും. അങ്ങനെ ഗോകു ഓക്കെ പറഞ്ഞ് കടന്നു പോവാണ്. ക്യാറ്റ് ആണെങ്കിൽ ഗോകുവിന്റെ തിരിച്ചുവരവിനായിട്ടുള്ള കാത്തിരിപ്പ് അത് ആരംഭിക്കും. ക്യാറ്റിനാണെങ്കിൽ ആ സമയത്തായിരിക്കും നമ്മുടെ ഉണ്ടപ്പനെ കുറിച്ച് ഓർമ്മ വരിക. ക്യാറ്റ് ആണെങ്കിൽ ഇപ്പൊ ഉണ്ടപ്പന്റെ പേര് വിളിക്കും. അവന്റെ യാതൊരു റെസ്പോൺസും ഇല്ല. അടുത്ത നിമിഷം ക്യാറ്റ് ആ ബാരലിലേക്ക് എത്തി നോക്കും. ഇവിടെ ഗോകു അവൻ ആ തണുത്ത പ്രതലത്തിലൂടെ അങ്ങനെ നടന്ന് മുൻപോട്ടേക്ക് വരുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് കിളി പോയി നമ്മുടെ ഉണ്ടപ്പൻ ഇരിക്കുക. ഉണ്ടപ്പാ, നീ എങ്ങനെ ഇവിടേക്ക് വന്നു? എന്നോടൊപ്പം വരുന്നില്ല എന്ന് പറഞ്ഞ് നീ എങ്ങനെ ഇവിടെ എത്തി? ബൈ മിസ്റ്റേക്ക് കാലുവഴുതി വീണതാണോ? അതിനുണ്ടപ്പനാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഞാൻ ആരോടൊപ്പവും വരാൻ തയ്യാറല്ല, എനിക്ക് എത്രയും വേഗം തിരികെ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ്. പക്ഷേ എത്ര ദൂരം നടന്നിട്ടും തിരികെ പോകാനുള്ള വഴി മാത്രം കണ്ടെത്താനായിട്ട് ഉണ്ടപ്പന് കഴിയില്ല. അപ്പോഴായിരിക്കും അവർക്ക് ഓപ്പോസിറ്റ് രൂപത്തിൽ ഐസ് ക്യൂബ്സ് കാണുക. ഉണ്ടപ്പനാണെങ്കിൽ അവന് വന്ന കലിപ്പിൽ ഐസ് ക്യൂബിൽ ആഞ്ഞ് ചവിട്ടും.
ഉടനെ അതങ്ങനെ തകർന്ന് താഴേക്ക് വീണ് അതില് പ്രത്യേകതര രൂപം അത് അവർ കാണുകയാണ്. അവരാണെങ്കിൽ ആ രൂപം കണ്ട് അതിലേക്ക് സൂക്ഷിച്ചു നോക്കും. ഉണ്ടപ്പനാണെങ്കിൽ ആ ഒരു രൂപം കാണേണ്ട താമസം അവിടുന്ന് ഉഷാറായിട്ട് ഓടും. ഗോകു ആണെങ്കിൽ അവന്റെ പിന്നാലെ ഓടും. അതാരാ, എന്താ, നീ എന്തിനാ അതിനെ കണ്ട് ഓടിയേ? അതിന് ഉണ്ടപ്പനാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയില്ല. എനിക്കത് കണ്ടപ്പോ എന്തോ ഒരു അപകടം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഓടിയെന്ന് പറയും. അവരാണെങ്കിൽ അല്പദൂരം ഓടി മുൻപോട്ടേക്ക് എത്തും. അടുത്ത നിമിഷം അവർ ഓടുന്ന ആ ഭാഗം അതങ്ങനെ രണ്ടായി പിണ്ട് കീറാനായിട്ട് തുടങ്ങും. ഗോകു ഉണ്ടപ്പനാണെങ്കിൽ ആ ഒരു കാഴ്ച കണ്ട് ഭയന്ന് ഇപ്പൊ മറ്റൊരു ഐസ് ക്യൂബിലേക്ക് എടുത്തു ചാടും. ആ ഒരു ഐസ് ക്യൂബും ഇപ്പോ പിളരാനായിട്ട് തുടങ്ങുകയാണ്. അവരെന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവാതെ പാനിക്കായിട്ട് നിൽക്കുന്ന അതേ സമയം ഇപ്പോ വലിയൊരു ഭീകര സത്വം അത് അവിടേക്ക് വരികയാണ്. ഗോകു ആണെങ്കിൽ അതിനെ കണ്ട് ഞെട്ടും. അതാണെങ്കിൽ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി വലിയ കൊടുങ്കാറ്റ് അങ്ങനെ വീശി അടുപ്പിക്കുകയാണ്. ഉണ്ടപ്പനാണെങ്കിൽ അതിനെ കണ്ട് ഭയപ്പെടാതെ അതിന്റെ അടുത്തേക്ക് ഓടിയെടുക്കും. അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് അതിനെ ആഞ്ഞു വെട്ടുകയാണ്. വെട്ടുകിട്ടി അതിന്റെ തലയുടെ ഭാഗം അത് അറ്റ് താഴേക്ക് വീഴും. ഗോകു ആണെങ്കിൽ ഒരു സെക്കൻഡ് ക്യാറ്റ് പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. ഇനി ഒരു പക്ഷേ ഇവനാണോ ക്യാറ്റ് പറഞ്ഞ ഡാർക്ക്? ഉണ്ടപ്പനാണെങ്കിൽ അതിന്റെ കഴുത്ത് വെട്ടിയതിൽ അവരെ ആശ്വസിച്ച് നിൽക്കുന്ന അതേ സമയം അവർക്ക് വമ്പൻ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് ഇപ്പൊ വീണ്ടും അതിന്റെ കഴുത്ത് അത് റീജനറേറ്റ് ആയി വന്ന് ഇപ്പൊ ബാക്ക് ടു നോർമൽ ആവുകയാണ്. അത് കണ്ട് നമ്മുടെ ആൾക്കാർ ഫ്രീസ് ആവും. അങ്ങനെ ഒരു ട്വിസ്റ്റ് അത് അവർ പ്രതീക്ഷിച്ചതല്ല. ഗോകുവിനാണെങ്കിൽ പെട്ടെന്നൊരു ബുദ്ധി വിളിച്ചുണ്ടാവും. അവൻ ഹാമേ ഹാമേ പവർ അതുപയോഗിച്ച് അതിനെ ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ അതങ്ങനെ പൊട്ടിത്തെറിച്ച് തവിട് പൊടിയാവും. അതിന്റെ കഥ കഴിഞ്ഞെന്ന് കരുതി നമ്മുടെ ആൾക്കാർ ഹാപ്പി ആവും. പക്ഷെ അടുത്ത നിമിഷം അതിന്റെ ശബ്ദം കേൾക്കുകയാണ്. ചെയ്തതിന് തീർച്ചയായിട്ടും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും. അതിനുള്ള സമയം അത് ഇതാണെന്ന് പറഞ്ഞ് അത് വീണ്ടും പഴയതുപോലെ റീജനറേറ്റ് ചെയ്യും. ഗോകു ഉണ്ടപ്പനുമാണെങ്കിൽ ഇത്തവണ അതിനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കാതെ തിരിഞ്ഞ് ഓടുകയാണ്. ഐസ് മോൺസ്റ്റർ ആണെങ്കിൽ അവരുടെ പിന്നാലെ വരും. ഉണ്ടപ്പനാണെങ്കിൽ ഒരുപാട് ദൂരം ഓടാൻ കഴിയാതെ അവൻ താഴേക്ക് വീഴും. ഗോകു അവനെ ഏൽപ്പിക്കാൻ ശ്രമിക്കുന്ന അടുത്ത നിമിഷം ആ ഒരു ഐസ് മോൺസ്റ്റർ അത് അവരുടെ തൊട്ടടുത്ത് വന്ന് അവരെ ചവിട്ടി തെറിപ്പിക്കുകയാണ്. ഗോകു ആണെങ്കിൽ തെറിച്ചുപോയി താഴേക്ക് വീഴും. ഇവിടെ ഗോകു ആണെങ്കിൽ ഉണ്ടപ്പനെ ഇറുക്കി പിടിക്കും. അവർ രണ്ടുപേരും അതിന്റെ കിക്കില് ഇപ്പോ ഐസ് പാത്തിലൂടെ അങ്ങനെ തെന്നിപ്പോയി വലിയൊരു ചുമര് അതങ്ങനെ തകർത്ത് താഴേക്ക് വീഴുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ആ മാൻഷനുള്ള ഭാഗം കാണിക്കും. അവിടെ ചോപ്പത്തി പെണ്ണും ഒരു ഫ്രണ്ട് ചേർന്ന് ഇപ്പൊ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു ഗ്രാൻഡ്മയ്ക്ക് ശുശ്രൂഷ കൊടുക്കുകയാണ്. ആ ഗ്രാൻഡ്മയാണെങ്കിൽ അവരോട് താങ്ക്സ് പറയും. അപ്പൊ ദൂരത്തായിട്ട് ആ ഒരു മോൺസ്റ്റർ അതാണെങ്കിൽ അതിന്റെ അസിസ്റ്റന്റുമായിട്ട് നടന്നു പോവാണ്. ഒരു സോൾജിയർ അവനെ വെടിവെക്കാനായിട്ട് ശ്രമിക്കും. അടുത്ത നിമിഷം ആ മോൺസ്റ്റർ ആണെങ്കിൽ ആ സോൾജിയറിനെ തല്ലി കൊല്ലുകയാണ്. അത് കണ്ട ചോപ്പത്തി പെണ്ണ് അവള് നൈസായിട്ട് ആ ഒരു ഗണ്ണ് കയ്യിലെടുക്കും. അതിനുശേഷം ആ മോൺസ്റ്ററിനെ അങ്ങനെ എയിം ചെയ്യാണ്. അവളാണെങ്കിൽ പാസം മുറുക്കെ പിടിച്ച് ഇപ്പോ ഷൂട്ട് ചെയ്യാനായിട്ട് റെഡിയാവും. പക്ഷെ അവളെ കൊണ്ട് കഴിയില്ല. അവളാണെങ്കിൽ തല താഴ്ത്തി നിൽക്കുന്ന ആ ഗ്യാപ്പിൽ മോൺസ്റ്റർ അവളെ തിരിഞ്ഞു നോക്കി ഇപ്പോ അവൾക്ക് നേരെ ഒരു പവർ ഉപയോഗിക്കുകയാണ്. അവളാണെങ്കിൽ പേടിച്ച് കണ്ണടച്ചു നിൽക്കും. പക്ഷേ തൊട്ടു മുൻപിലുള്ള ആ സോൾജിയറിന്റെ ഭാഗത്തായിരിക്കും അവന്റെ അറ്റാക്ക് വന്ന് വീഴുക. ആ ഒരു പ്രദേശം തന്നെ തകർന്നില്ലാതാവും. ഇവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ മാർഷൽ ആർട്സ്മാൻ ആളാണെങ്കിൽ ആ ജാർ ഓപ്പൺ ചെയ്ത് വെച്ച് മാസ്റ്റർ റോഷി ഉപയോഗിച്ച ആ പവർ അതങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് അത് കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല. ഓരോ തവണ അവനത് ശ്രമിക്കുമ്പോഴും അവൻ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ്. ഓ നോ, എന്നെ കൊണ്ട് ഇത് കഴിയുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഞാനിത് കംപ്ലീറ്റ് ചെയ്യും. അതേസമയം ഇവിടെയാണെങ്കിൽ നമ്മുടെ ഉണ്ടപ്പനും ഗോക്കുവും അവരാണെങ്കിൽ ഇപ്പൊ താഴെ വീണ് കിടക്കുകയാണ്. ഗോകു ആണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. ഉണ്ടപ്പൻ ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല. ഗോകു അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അടുത്ത നിമിഷം ഒരു ഐസ് ക്യൂബ് അവന്റെ മുഖത്തേക്ക് അടിച്ചു വീഴും. അവനാണെങ്കിൽ അത് തട്ടിമാറ്റി എഴുന്നേൽക്കുകയാണ്. ഓ നോ, നീ വീണ്ടും വീണ്ടും എനിക്ക് എട്ടിന്റെ പണി തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിന്റെ ഫ്ലൈങ് നിംബസ് അല്ല എന്റെ ബോഡിയിൽ കയറി നിനക്ക് തെന്നി നീങ്ങാൻ. ഗോകു ആണെങ്കിൽ കഷ്ടപ്പെട്ട് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. നമുക്ക് ആ ഹോളി വാട്ടർ അത് കണ്ടെത്തണ്ടേ. അതിനവനാണെങ്കിൽ അടിച്ചു പറയും, കൊണ്ട് പറ്റില്ല, ഞാൻ ഇപ്പൊ തന്നെ തിരികെ പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ കടന്നു പോവാണ്. അവന്റെ തൊട്ടു പിന്നാലെ ഗോകുവും അവിടുന്ന് കടന്നു പോവും. അപ്പൊ ദൂരത്തായി വീണ്ടും ഒരു ശബ്ദം കേൾക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് ഇപ്പൊ മാസ്റ്റർ റോഷിയുടെ രൂപത്തിൽ ഒരാള് അവിടേക്ക് കടന്നു വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.